നമസ്കാരം. ട്രാവൽ വിത്ത് തോമസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഗുജറാത്തിലെ മുന്ദ്ര എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ടാറ്റ പവർ ഹൗസിലെ ഒരു 10 ദിവസം വർക്കിന് വേണ്ടി വന്നതാണ്. ഞാൻ നാസിക്കിൽ നിന്ന് 22-ാം തീയതി വൈകിട്ട് തിരിച്ചവിടുന്ന് 8 വരെയൊക്കെയുള്ള ബസ്സിന് കയറി 23-ാം തീയതി രാത്രി 8 മണിയാവുമ്പോൾ മുന്ദ്ര എത്തി. അവിടുന്ന് ഒരു 25 കിലോമീറ്റർ പിന്നെയുണ്ട് ഈ ടാറ്റയുടെ ടൗൺഷിപ്പിലേക്ക്. അപ്പോൾ ഞാനിവിടെ താമസിക്കുന്ന ആഷ്യാന ടൗൺഷിപ്പിൻ്റെ അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ്. താമസിക്കുന്നത് ഫുഡിന് മാത്രം നമ്മൾ പൈസ പേ ചെയ്താൽ മതി. അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഞാനിവിടെ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിനു മുമ്പുള്ള 2 വീഡിയോ ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ ട്രാവൽ ചെയ്തതിൻ്റെ 2 വീഡിയോ അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഇച്ചിരി ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം അത് എഡിറ്റിംഗ് ഒക്കെ ബാക്കിയാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും ആ വീഡിയോ വരിക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലപ്പോൾ ഞാനിത് പ്രൊഫഷണൽ ഒരു യൂട്യൂബറൊന്നും അല്ല. അപ്പോൾ നമ്മളിതുപോലെ എൻ്റെ ജോലി സംബന്ധമായ യാത്രകളിൽ ഞാൻ കാണുന്ന സ്ഥലങ്ങളും ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് കാണാൻ പറ്റാത്ത നിങ്ങളിപ്പോൾ എൻ്റെ കാഴ്ചയിലൂടെ കാണുന്നത് ഞാൻ അവർക്ക് കൂടെ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാനിതുപോലെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ടാറ്റ പവറിലേക്ക് ഒന്ന് പോകാം. ടാറ്റ പവർ ഹൗസ് 800 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള 5 ബോയിലറുകളാണ്. മൊത്തം അതിൻ്റെ 4000 മെഗാവാട്ടാണിത്. ഇപ്പോൾ കടൽ തീരത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ വിശേഷം കാഴ്ചകളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ആണ് താമസിക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ഫ്രിഡ്ജും കാര്യങ്ങളുണ്ട്, TV, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടേബിള് കാര്യങ്ങൾ, കബോർഡ്, പിന്നെ AC എല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊരു ചൂടുണ്ട്. പിന്നെ ബെഡ്, വലിയൊരു ബെങ് സൈസ് ബെഡ്, എല്ലാ സൗകര്യങ്ങളുടെ വാഷ്റൂം കാണിക്കാം. വാഷ്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണ് അക്കോമഡേഷൻ ആ ഉള്ള രീതിയിലുള്ളതാണ് ഇവിടെ. ശ്രീനഗറിൻ്റെ അവിടെ ബാത്റൂം, അതിലവിടെ ഒരു കർട്ടൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. 202-ാം നമ്പർ റൂമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതവിടെ കോറിഡോർ. മൊത്തം ഏകദേശം 25ഓളം റൂമുകൾ 2 ഫ്ലോറിലായിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായിട്ട്. എനിക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ റിസപ്ഷനിൽ പോയി ചാവി എടുത്തിട്ട് ഇവിടെ താഴെ ക്യാൻറ്റീനുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി. നല്ലതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. ചായ ഉൾപ്പെടെ 30 രൂപയാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. 2 ദോശ ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ചിനും ഡിന്നറിനും അവിടെ 7 രൂപയാണ്. അത് അൺലിമിറ്റഡ് ആണ്. ഞാനിവിടെ വെളിയിലെ കുറച്ച് കാഴ്ച നമ്മളിവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിന് വെളിയിൽ ഇറങ്ങി. ഇവിടെ ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. നമുക്കതേ സാധനങ്ങളൊക്കെ മേടിക്കണേൽ. ഇത് റോഡ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപക ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. കോളനി മൊത്തം നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല സ്റ്റൈലാക്കിയിട്ടാണുള്ളത്. ഈ പോകുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ അവിടെ മെയിൻ ഗേറ്റാണ്, ടൗൺഷിപ്പിൻ്റെ മെയിൻ ഗേറ്റ്. അവിടെ നിന്ന് റോഡ് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്ദ്ര പോകും. റൈറ്റ് പോയി കഴിഞ്ഞാൽ മാണ്ഡവി, അതുപോലെ നാരായൺ സരോവറിൻ്റെ സ്ഥലത്തേക്കൊക്കെ പോകുന്ന സ്ഥലമാണ്. ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും ഒക്കെ പോകേണ്ടവർക്ക് എനിക്ക് പോകാനുള്ള വണ്ടി 9 മണിയാകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഇവിടെ ലോണ്ടറി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോണ്ടറി സർവീസ് അവർ ഒരു ഡ്രസ്സ് വാഷ് ചെയ്ത് അയൺ ചെയ്ത് തരുന്നതിന് 5 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതാണ് ആഷ്യാന ഗസ്റ്റ് ഹൗസിൻ്റെ മുൻഭാഗം. എല്ലാ സ്ഥലവും നല്ല പച്ചപ്പാണ്. നല്ലപോലെ ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിൽക്കാം. 9 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി വരും. അന്നേരം പിന്നെ അതിൽ പ്ലാന്റിലോട്ട് പോകാം. നമ്മളിപ്പോൾ പവർ പ്ലാന്റിൻ്റെ അകത്താണുള്ളത്. അല്ല ചുമന്ന വെള്ളം പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അതാണ് ചിമ്മിനി. 270 മീറ്ററാണ് അതിൻ്റെ ഉയരം. അതിൻ്റെ
അതിനപ്പുറത്ത് വേറെ ചെറിയ ചിമ്മിനി കാണാം. അത് FGD ക്ക് വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ്. 5 പ്ലാന്റിൽ 5 FGD വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ചിമ്മിനിയാണ് അത്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. FGDയുടെ കൺസ്ട്രക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള FGD ക്ക് വേണ്ടിയുള്ള ചിമ്മിനിയാണ്. ഈ കാണുന്നത് കൺവെയർ, കൽക്കരി കൊണ്ടുവരുന്ന കൺവെയർ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബങ്കറിൽ വീഴും. ബങ്കറിൽ നിന്ന് പിന്നെ കോൾമില്ലോട്ട് കരി വരുന്നത്. ഇതാണ് ബോയിലറിൻ്റെ ബേസ്മെൻറ്റ്. $70 മീറ്റർ ഹൈറ്റാണ് ഈ ബോയിലറിനുള്ളത്. 800 മെഗാവാട്ടാണ് ഉൽപ്പാദന ശേഷി ഓരോ ബോയിലറിൻ്റെ. 4 ബോയിലറുടെ 4000 മെഗാവാട്ടാണ് അതിൻ്റെ ഉൽപ്പാദനമുള്ളത്. ഞായറാഴ്ച കൊണ്ട് 2 മണി വരെ വർക്കുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അതവിടെ ലോണ്ടറിയിൽ കൊടുത്ത് ഫ്രഷായിട്ട് വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഇവിടുന്ന് മാണ്ഡവി എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് അവിടെ. ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ പോകണം. പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. ഹൈവേ മാണ്ഡവി മുന്തിരി ഹൈവേ ആണിത്. അവിടെ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ ബ്രിഡ്ജിൻ്റെ പേര് ഖാരി ബ്രിഡ്ജാണ്. 2013 ഇത് ഉണ്ടാക്കിയത്. ഇവിടെ ഒരു നദിയുണ്ട്, പക്ഷേ അതിനകത്ത് വെള്ളമൊന്നുമില്ല. കുറേ നല്ല മണൽ കിടപ്പുണ്ട് അതിനകത്ത്. കെട്ടിടം പണിക്കൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടുള്ള മണൽ കിടപ്പുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് പവർ പ്ലാന്റ് കാണാം. അദാനിയുടെ ടാറ്റയുടെ പവർ പ്ലാന്റ് കാണാം ഇവിടുന്ന്. ആ 4 ചിമ്മിനി കാണുന്ന അതാണ് അദാനിയുടെ പവർ പ്ലാന്റ്. മൊത്തം 9 ബോയിലറുകളാണ് അവിടെ ഉള്ളത്. 330 മെഗാവാട്ടിൻ്റെ 4 ബോയിലറും 660ൻ്റെ 5 ബോയിലറുമാണുള്ളത് അവിടെ. അതിൻ്റെ ഇപ്പുറത്തോട്ട് വേറെ ഒരു ചിമ്മിനിയായിട്ട് കാണുന്നത് ഒരെണ്ണമല്ല, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചിമ്മിനിയുണ്ട്. അതാണ് ടാറ്റയുടെ പവർ ഹൗസ്. ഈ ഒരു പ്രതിമ കാണുന്ന ടാറ്റ കമ്പനിയുടെ സ്ഥാപകനാണ്. ജംഷഡ്ജി നസർവാൻജി ടാറ്റ എന്നാണ് പേര്. 1839 ജനിച്ച് 1904 മരിച്ചു. ഇത് പവർ പ്ലാന്റിനകത്തും പല സ്ഥലങ്ങളിലും ഈ പ്രതിമയുണ്ട്. ഇതിൻ്റെ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാഴ്ചയോടെ നമ്മളത്തെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുമെന്ന് പറയുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.